വ്യത്യസ്തമായ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ വിശ്വസിക്കുന്നവർ ആണ് മലയാളികൾ. അത്തരം ചില ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ടാകാറുണ്ട് കേരളത്തിൽ. പക്ഷേ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മലയാളികൾ എങ്ങനെ പ്രതികരിക്കും? ഒരുമിച്ച് നിർത്തും, ദുരന്തബാധിതരെ ചേർത്ത് നിർത്തും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് പിന്നീട് കേരളം നടത്തിയിട്ടുള്ള സേവനങ്ങൾ. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവിടെ ദുരന്തത്തിൽ പെട്ടുപോയ ആളുകൾക്ക് വേണ്ടിയുള്ള വീടുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പണി പൂർത്തിയാക്കിക്കൊണ്ട് ആദ്യഘട്ട വീടുകളുടെ താക്കോൽദാനം നടക്കുകയും ചെയ്യും. അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരസ്പര പോർവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആര് ആ ദുരന്തബാധിതർക്ക് വേണ്ടി നല്ലത് ചെയ്യുമ്പോഴും അത് സ്വീകരിക്കപ്പെടേണ്ട ഒന്നുകൂടിയാണത്. ഇവിടെ ഇതാ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഈ ദുരന്തബാധിതർക്ക് വേണ്ടി നിർമ്മിച്ച വീടിൻ്റെ താക്കോൽദാനം നടക്കാൻ പോവുകയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയാണ് ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. അങ്ങനെ ആദ്യഘട്ട വീടുകളുടെ താക്കോൽദാനം ആണ് നാളെ നടക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. അതോടൊപ്പം തന്നെ വയനാട് MP പ്രിയങ്ക ഗാന്ധി ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി, മറ്റ് സംസ്ഥാനത്തെ നേതാക്കന്മാർ, MP-മാർ, MLA-മാർ ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ ഈ മുസ്ലിം ലീഗ് നൽകാൻ പോകുന്ന ആ വീടുകളുടെ വിശദാംശങ്ങളാണ് നമ്മൾ വളരെ പെട്ടെന്ന് പരിശോധിച്ചു പോകുന്നത്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി ലീഗ് നേരത്തെ തന്നെ പുനരധിവാസ പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ വീടുകൾ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ വീടുകൾ പ്രഖ്യാപിക്കുമ്പോൾ 105 വീടുകൾ നിർമ്മിച്ചു നൽകും എന്നതായിരുന്നു മുസ്ലിം ലീഗ് അന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ 105 വീടുകളിൽ ഇപ്പോൾ 51 വീടുകളുടെ നിർമ്മാണം ആണ് പൂർത്തിയായിട്ടുള്ളത്. ഈ 51 വീടുകൾ ആണ് ഇപ്പോൾ കൈമാറാൻ പോകുന്നത്. അതിൻ്റെ താക്കോൽദാന ചടങ്ങാണ് നാളെ വൈകിട്ട് 4 മണിക്ക് നടക്കാൻ പോകുന്നത്. ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം മെയ് മാസത്തോടുകൂടി പൂർത്തിയാക്കി ആളുകൾക്ക് കൈമാറും എന്നാണ് ഇപ്പോൾ പാർട്ടി അവകാശപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് എന്ന പ്രദേശത്താണ് ഈ വീടുകൾ ഇപ്പോൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. ഇത് സംസ്ഥാന പാതയോട് ചേർന്ന് ഉള്ള പ്രദേശത്താണ് ഈ വീട് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. 11 ഏക്കർ ഭൂവിസ്തൃതിയിൽ ആണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത്. നൂതന സാങ്കേതിക സൗകര്യങ്ങളോട് കൂടിയാണ് ഈ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഈ വീടിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ വീടിൻ്റെ വിസ്തീർണം എന്നത് 1064 ചതുരശ്ര അടിയുണ്ട്. അങ്ങനെയുള്ള വീടുകൾ ആണ് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. അതിൽ ഓരോ വീടുകളിലും 3 ബെഡ്റൂമുകൾ ആണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാധാരണ നമുക്കറിയാം വീടുകളിൽ ഹാൾ, സിറ്റ് ഔട്ട് പോലെയുള്ള സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് ഈ വീടും നിർമ്മിച്ചിട്ടുള്ളത്. ഒപ്പം കിച്ചണിലേക്ക് വരുമ്പോൾ അടുക്കള മാത്രമല്ല, അടുക്കളയോട് ചേർന്നുകൊണ്ട് വർക്ക് ഏരിയ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 ബാത്റൂമുകൾ ആണ് ഓരോ വീട്ടിലും ഉള്ളത് എന്നതാണ്. ഈ ബാത്റൂമുകളിൽ തന്നെ എടുത്തു പറയേണ്ടത് 1 അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. അതോടൊപ്പം തന്നെ ഒരു കോമൺ ബാത്റൂമാണ്. ആകെ 3 മുറികൾ ആണ് ഉള്ളത്. അതിലൊന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. ഒപ്പം ഇനിയിപ്പോൾ അതായത് ദുരന്തബാധിതരാണ്, അവർ ജീവിതത്തിലേക്ക് തിരികെ എത്തുന്ന സാഹചര്യം ആണ് ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ വലിയ സഹായങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ അവരുടെ ജീവിത നിലവാരം മാറുന്നതിന് അനുസരിച്ച് ഈ വീട് മോഡിഫൈ ചെയ്യണമെങ്കിൽ അതിന് പറ്റുന്ന തരത്തിൽ കൂടിയാണ് ഇങ്ങനെ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഭാവിയിൽ മുകളിലേക്ക് ഒരു നില കൂടിയൊക്കെ പണിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു കൂടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വീട് മാത്രമല്ല, വീട്ടിലേക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ കൂടി ഇവർ എത്തിച്ചു നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഫാൻ പോലെ, ഇപ്പോൾ നമുക്കറിയാം പുതിയ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഇതൊക്കെ ഒരു വീടിൻ്റെ ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളായി മാറിയിട്ടുണ്ട്. വീട്ടിലേക്കുള്ള ഫർണിച്ചറുകളും അതോടൊപ്പം തന്നെ അത്യാവശ്യം പൂച്ചെടികളുമൊക്കെയായി അതിമനോഹരമായ ഒരു വീട് ആണ് ഒരുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടം ആണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. ഇതോടൊപ്പം തന്നെ കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട്. കിണർ സൗകര്യങ്ങൾ ഉൾപ്പെടെ ആണ് ഒരുക്കി നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു കുടുംബത്തിന് വളരെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ഒട്ടും മോശമല്ലാത്തത് എന്ന് തന്നെ നമുക്ക് പറയാം. 3 ബെഡ്റൂമുകൾ ഉള്ള ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് ഇപ്പോൾ ലീഗ് ഒരുക്കി നൽകാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.